ഹലോ, എൽദോ ചായനല്ലേ? താഹിറ, മെമ്പർ താഹിർ. ആ എന്നാ താഹിറ? അതെ, നമ്മുടെ ടോമി സാബും തമ്മിലേ ചെറിയൊരു തർക്കം. നമ്മുടെ പുതിയ പറമ്പിൽ നിന്ന് ആദായം എടുക്കാൻ ആരെ ഏൽപ്പിച്ചേർന്നേ? അത് സാബുവിനല്ലായിരുന്നു. എന്തേ? ഒന്നുമില്ല. എങ്ങനെയുണ്ട്? അയ്യാ, അതെ, അതെന്നാ സാബുവിന്റെ കാര്യം പറഞ്ഞ? ഒന്നുമില്ലെന്നേ, നമ്മുടെ പുതിയ പറമ്പിൽ നിന്ന് വേണമെങ്കിൽ ആദായം എടുത്തോളാം. ഞാൻ ആ സാബുവിനോടൊന്ന് പറഞ്ഞായിരുന്നു, അത്രേ ഉള്ളൂ. അതെന്നാ പണിയാ കാണിച്ചേ? കാലങ്ങളായിട്ട് എൻ്റെ ആങ്ങളെ ടോമി ചേട്ടായി അല്ലയോ നമ്മുടെ വസ്തുക്കളൊക്കെ നോക്കുന്നേ. ഇതിപ്പോ എവിടുന്നാ ഈ സാബു കയറി വന്നേ? അവൻ ഇച്ചിരി ദുർബലനാന്നേ, വീട്ടിൽ ചിലവെങ്കിലും നടക്കട്ടെന്ന്. ഒറ്റയ്ക്ക് നാട്ടിലേക്ക് വിട്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ കോളാക്കുന്നു. എൻ്റെ സാറേ, നീ ടെൻഷൻ ആവല്ലേ. നീ കിടക്ക്, നമുക്ക് രാവിലെ പറയാല്ല. സാബുവേ ബെസ്റ്റ് പാർട്ടിയാ. എന്റെ മാതാവേ, നിനക്കിപ്പോൾ എന്നാ വേണ്ടേ? എനിക്കിപ്പോ ഒന്നും വേണ്ട. ഓട്ടോ ഇതൊക്കെ വല്ല കാര്യമാണ്. ആ ഫോൺ ബെല്ലടിക്കണം. അതങ്ങ് വിട്ടേര്. എൽദോ ചായനാണല്ലോ. താഹിറേ, സാറയായിട്ട് പറമ്പിൻ്റെ കാര്യങ്ങൾ ടോമീനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. എൽദോ ചായൻ പറയുന്നേ പറമ്പ് നിന്നെ ഏൽപ്പിച്ചേക്കണെന്ന്. എടാ സാബു, കുണം പിടിക്കാത്തവനെ, എൻ്റെ അളിയൻ മണ്ടനല്ല. നിങ്ങളൊരു മണ്ടനായി പോയല്ലോ. ഇതെന്തിനാ എന്റെ പേര് പറയാൻ പോയേ? നീയല്ലേ പറഞ്ഞേ അല്ലേ? ഇനി സാബു ചെന്നത് വീട്ടിൽ പറഞ്ഞ് ഇപ്പൊ വിളിക്കും നിങ്ങളുടെ തള്ള. അല്ലെങ്കിലോ നിങ്ങൾ എന്റെ സാരിത്തുമ്പിലാന്ന് പറഞ്ഞ് നാട് മുഴുവൻ നാറ്റിക്കുക. ചിൽ സാറാ, ചിൽ. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. വായ്പ കിടന്നു. ഗുഡ് നൈറ്റ്. ഓ, നിങ്ങളോട് വിളിപ്പൊടുവിലുണ്ട് കൃഷ്ണൻ, ഞാൻ തീത്ത. അങ്ങനെ ഇപ്പൊ വേണ്ട. വിളിക്ക്, തിരിച്ച് വിളിക്ക്. പ്ലീസ്. മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം വേദനയിൽ നൂറ് പൂക്കളായി പൊലിക്കവേ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയി. എന്നെ എൽദോ ചായ? ഞാൻ കാര്യങ്ങൾ സാബുവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതപ്പം അങ്ങനെ തന്നെയാണ്. പിന്നെ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. ഫിക്സ്. എടാ എൽദോ, ഒരുമാതിരി മറ്റേടത്തെ വർത്താനം പറയില്ലേ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. നീ ആരുടെ കോപ്പ ഇതി കയറി ഇടപെടാൻ? ഞാനോ? ഞാൻ നിന്റെ അപ്പൻ. കൊച്ചു പറയത് ഇച്ചാന്റെ തന്തയ്ക്ക് പറയുന്നോടാ. ആളിയുടെ തന്തയ്ക്ക് പറഞ്ഞോടാ. അവൻ്റെ ഒരു മധ്യസ്ഥത. അവൻ്റെ അപ്പനെ വിളിച്ചിട്ട് അപേക്ഷ ആരെയാണോ വിടില്ല, ഞാൻ ഒഴുത്തിനും വിടില്ല എന്നോടെ. ഒഴുത്തിനും വിടില്ല. എവിടെ നോക്കിട്ട് അവിടെ വരുന്നത്? മാങ്ങാട്ടി. ഞാനല്ല, അയാളാണ്. ഏതയാള്? ചേട്ടൻ കണ്ടല്ലോ എന്റെ ഫ്രണ്ട് അയാൾ വണ്ടി വന്ന് ഇടിച്ചതും പോരാ, സൈക്കിളിൽ നിന്ന് ചേട്ടാ. നീ അങ്ങോട്ട് പോവാ. ഞാനല്ല, ആ താടിക്കാരനാണ്. നീ പെറുക്കി വെച്ചിട്ട് പോയാ മതി. ഇത് സൈക്കിൾ ഞാനൊന്ന് എത്തിക്കട്ടെ എന്നെ കാണാൻ. भारत भाग्य विधाता जय हे जय हे जय हे जय जय हे.
എൽസി കുറച്ച് വെള്ളം. എന്നെ കൂടുതൽ പഠിപ്പിക്കണ്ട. എന്ത് വേണമെന്ന് എനിക്കറിയാം. അതറിഞ്ഞാ മതി. നാളെ ആയുധം കൈമാറിയതിന് ശേഷമാണ് ശരിക്കുള്ള മിഷൻ തുടങ്ങുക. എടി എൽസി, കൊണ്ടുള്ള കളി ചിലരുടെയൊക്കെ അവസാനത്തെ കളി. നമ്മുടെ ഈ മിഷൻ പൂർത്തീകരിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നീ മറക്കാതിരിക്കുക. ജോസേട്ടൻ നിന്റെ അമ്മയ്ക്ക് പെണ്ണു നോക്കോ മോളെ. എന്നാടാ ജോസേ, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? മോളി ചേച്ചി ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ പലയടിച്ച് ഞാൻ റബ്ബർ ഷീറ്റാക്കും. ഇത് ഭ്രാന്ത. ഹലോ, നിന്റെ പെങ്ങളെ ഇവിടെ അളിയൻ തല്ലി കൊല്ലുവോ? ഹലോ, ഹലോ, ഹലോ. ചേട്ടാ ഒരു സോഡ വേണം. സോഡേ രജീഷേ, 50-ന്റെ ഐഡിയ പെട്ടെന്ന് റീചാർജ് ചെയ്ത്. ചേട്ടാ നമ്പർ പറയട്ടെ. 9745 ഒരു സോഡ 47 എഴുതിക്കോ. 47. ഞാനല്ലേ ആദ്യം വന്നേ. സോഡ വന്നിട്ട് റീചാർജ് ഉണ്ടാക്കിയാ മതി. എന്താ മോട്ട മര്യാദ കൊടുത്താലും വേണ്ട മൈത്താണ്ടി. ഇല്ല നീ എന്തോ ഉണ്ടാക്കടാ കാണിക്കണം. പരട്ട കളവ ചേട്ടാ എന്താ കൊടുക്കണേ? ചേട്ടാ ആരെടുത്താ കളിക്കുന്നത്? ഉണ്ടാക്കല്ലേ. ഇങ്ങനെ വലത്തോ? നിനക്കെന്നെ അറിയില്ല. പ്രശ്നം ഉണ്ടാക്കലേട്ടാ പോട്ടെ. വിളിച്ചോണ്ട് പോടാ. ചേട്ടാ നീ നടന്നേ കോണാപ്പൻ. പേടിക്കണ്ട പോലെ, ചെറുപ്പക്കാർ നമ്മൾ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്പർ പറയാം. നിന്നോടാണ് പ്രശ്നം ഉണ്ടാക്കരുത് പറഞ്ഞു കേറാൻ. നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് പറ്റിയ ആളാണോടോ അയാള്. കൂളായ നീ കൂളായ